എനിക്ക് തൊപ്പിയോട് അങ്ങനെ ഭയങ്കരമായ തൊപ്പി ഒഴിവാക്കപ്പെടേണ്ട മനുഷ്യനാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് ആൾക്കാരെ വഴിതെറ്റിക്കുകയാണ് എന്നൊക്കെയുള്ള അഭിപ്രായം പറയുമ്പോഴും ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല. പുതിയ കാലത്ത് പുതിയ പല കാര്യങ്ങളുമുണ്ട്, അതിൻ്റെ ഭാഗമാണ് തൊപ്പി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പൂർണ്ണമായും രാഷ്ട്രീയ പൂർണ്ണരായിരിക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. പല ആൾക്കാർക്കും രാഷ്ട്രീയപരമായ ജ്ഞാനക്കുറവുണ്ടാവും. അവരുടെ ഇൻട്രസ്റ്റ് ഏരിയ വേറെ ആയിരിക്കും, അവർ പോകുന്ന ധാര വേറെ ആയിരിക്കും, അവർ ജീവിക്കുന്ന സൗകര്യം തന്നെ വേറെ ആയിരിക്കും. അതിനെല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പുതിയ കാലത്ത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നില. എന്നുകൊണ്ട് തന്നെ തൊപ്പി അങ്ങനെ പൂർണ്ണമായും വെറുക്കപ്പെടേണ്ട ഒരാളെന്ന നിലയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഭയങ്കരമായി ഡിസ്റ്റർബിംഗ് ആയ ഒരു കാര്യമാണ്. കാരണം തൊപ്പി ഭയങ്കരമായ ഇൻഫ്ലുവൻസേഴ്സ് ഉള്ള, തൊപ്പി എവിടെയെങ്കിലും പോയാൽ ജനക്കൂട്ടം ഇളകി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത്രയും ചെറുപ്പക്കാർക്കിടയിൽ, പ്രത്യേകിച്ച് ടീനേജേഴ്സിനിടയിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നതാണ്. അയാൾ പറയാണ്, എനിക്ക് ആ വിഷയത്തിലൊരു അഭിപ്രായം പറയാൻ ഇപ്പോൾ കഴിയില്ല, എൻ്റെ സുഹൃത്തുക്കളിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടെന്ന്. അത് ഒരു നിലയ്ക്കും അയാളൊന്ന് വരാൻ പാടില്ലാത്ത ഒന്നാണ്. അങ്ങനെ ഒരു നിലപാടുള്ള മനുഷ്യനെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ടെന്നാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടിയെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള ബാധ്യത രക്ഷകർത്താക്കളായ നമുക്കുണ്ട് എന്നിരിക്കെ, ഇൻഫ്ലുവൻസേഴ്സായ ആൾക്കാർ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഒരു പൊസിഷൻ പറയാൻ പാടില്ല എന്ന് പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പരിസരത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടാതിരിക്കാനുള്ള ജാഗ്രത നിങ്ങൾ കാണിക്കുക. കാരണം എന്താ അറിയോ, ഇത് 70,000 മനുഷ്യരെ കൊന്ന കാര്യമാണ്. 20,000-ലധികം കുഞ്ഞുങ്ങളെ, അതിൽ തന്നെ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന് തള്ളിക്കൊണ്ടേയിരിക്കുന്ന ഒരു തത്സമയ ഒരു വംശഹത്യാ കാഴ്ചയാണ്. ആ കാഴ്ചയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിലപാടുണ്ടായേ പറ്റൂ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രാഷ്ട്രീയമൊന്നും അറിയില്ല എന്ന് പറയാൻ പാടില്ല. നമ്മുടെ മുന്നിൽ ആൾക്കാർ തല ചെതറി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് ഫോസ്ഫറസ് ബോംബ് വീണ് എല്ലുരുകി കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു നിലപാട് പറയാൻ പറ്റില്ലാത്ത ഒരു കുഞ്ഞായിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ വളർത്തേണ്ടത്. മറിച്ച് നിലപാട് പഠിക്കുന്ന പ്ലാറ്റ്ഫോമിൽ, നിലപാട് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പോയി സമയം ചെലവഴിക്കുന്ന കുട്ടിയായിട്ട് അതിനെ വളർത്താനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട്. കാരണം എന്താ, നാളെ ഈ ബോംബ് നമ്മുടെ തലയിൽ വന്ന് വീഴും, അപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു, എൻ്റെ താല്പര്യ മേഖല വേറെയാണ് എന്ന് പറഞ്ഞിരിക്കാനല്ല. മറിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന കാലം ഏതാണെന്ന്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലെ പ്രിവിലേജ് ഉള്ളവരായിട്ട് ഇല്ലാത്തവരായി എത്രയോ മനുഷ്യരവിടെയുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സന്തോഷിക്കുമ്പോൾ സന്തോഷമില്ലാത്ത രക്ഷിതാക്കളുണ്ട്, കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. നമുക്ക് ബോധ്യം ഉണ്ടാവണം. കാരണം നമ്മുടെ കാലത്ത് അതിജീവിക്കാൻ കഴിയാത്ത മനുഷ്യർക്ക് വേണ്ടി വർത്തമാനം പറയാനെങ്കിലും നമുക്ക് പറ്റണം. അല്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും നമുക്കുണ്ടാവണം. അതല്ലാതെ എൻ്റെ സപ്പോർട്ടേഴ്സിൽ കുറേ ഇസ്രായേലി ആൾക്കാരും ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അതിനകത്ത് നിലപാടെടുക്കാൻ കഴിയില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ ഫ്രീ പലസ്തീൻ എന്ന് പറയാൻ ചോദിക്കുമ്പോൾ ഫ്രീ പലസ്തീൻ എന്ന് പറഞ്ഞ് അത് പുച്ഛിച്ചൊഴിവാക്കാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെ രാഷ്ട്രീയരഹിതരാക്കി മാറ്റുന്ന, കുഞ്ഞുങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്ന് വലിച്ചകറ്റി മാറ്റി കേവലമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റിൽ മാത്രം കുരുക്കിയിടുന്ന, അവരോട് വളിപ്പും വർത്താനവും വഷളത്തരവും മാത്രം പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ ആ പരിസരത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത രക്ഷിതാക്കളായി നമുക്കുണ്ട്. പക്ഷേ എന്തായാലും തൊപ്പി അത് മനസ്സിലാക്കുന്നു. അദ്ദേഹം പിന്നീട് തിരുത്തി പറയുമ്പോൾ അദ്ദേഹം ആദ്യം പറയുന്നത്, എന്നെ വിമർശിച്ച് വന്ന പോസ്റ്റുകൾ നിങ്ങൾ കണ്ടില്ലേ, അതിന് മില്യൺസ് ഓഫ് ലൈക്സ് ഉണ്ടല്ലോ എന്നാണ്. കാരണം എന്നെ വിമർശിച്ച ആളുകൾക്കാണ് കൂടുതൽ വ്യൂസ് കിട്ടിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ കാഴ്ചപ്പും വ്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷേ പല വീഡിയോയിലും അദ്ദേഹം ആൾക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എതിർത്ത് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല, അൺഫോളോ ചെയ്ത് പോക്കോ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ ആളാണ്. ഇവിടെ അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു. ആ തിരുത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നേരത്തെ പറഞ്ഞ പോലെ ഫലസ്തീൻ കോസിനുള്ള മാർക്കറ്റ്, ഇദ്ദേഹത്തിൻ്റെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്, മാർക്കറ്റ് ഉണ്ടല്ലോ, വിപണി മാർക്കറ്റ് എന്താണെന്ന് തൊപ്പിക്ക് മനസ്സിലായതുകൊണ്ടാണ്. കാരണം ജനങ്ങൾ അമ്പാടെ അറിയുമെന്നോ ഈ പറഞ്ഞ വൃത്തികേട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അൺഫോളോ ചെയ്ത് പോയി. വലിയ തോതിൽ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിനെതിരായിട്ടുള്ള വീഡിയോ ആയിട്ട് രംഗത്ത് വന്നു. ഫലസ്തീൻ വിഷയം അത് മനുഷ്യൻ്റെ നെഞ്ചിൽ തറച്ചു നിൽക്കുന്ന വിഷയമാണ്. അത് വെച്ചിട്ട് വഷള വർത്താനം പറഞ്ഞാൽ എടുത്ത് കളയും എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് ഇത് തിരുത്തി പറയണം. നല്ല അയാൾ പറയില്ല, പല കാര്യങ്ങളിലും എനിക്ക് തിരുത്താൻ സൗകര്യമില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന ആളാണത്. വന്ന് തിരുത്തുന്നു, അദ്ദേഹം അത് വിശദീകരിച്ച് പറയുന്നു. അപ്പോഴും രാഷ്ട്രീയ പൂർണ്ണതര പ്രശ്നമുണ്ട്, അതൊക്കെ വിടാം. ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ഇങ്ങനെ ഫലസ്തീനെ പിന്തുണയ്ക്കാതിരിക്കും. ഇത് മുസ്ലിം പ്രശ്നമൊന്നുമല്ല, ഫലസ്തീൻ പ്രശ്നം മാനവരാശിയുടെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടത് മനസ്സിലാക്കാൻ അത് തൊപ്പിയായാലും കൊള്ളാം. എനിക്ക് ഈ സമൂഹത്തെക്കുറിച്ചാണ് പ്രതീക്ഷ. തൊപ്പി വലിയ ഇൻഫ്ലുവൻസേഴ്സാണ്, അദ്ദേഹം പലപ്പോഴും ഭയങ്കര വർത്താനം പറയും. ആ തൊപ്പി ഞാൻ ഒന്നിനും തിരുത്തില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആളോട് നിങ്ങൾ തിരുത്തിയേ പറ്റൂ എന്ന് പറയിപ്പിച്ച ഒരു സൊസൈറ്റി ഇവിടെയുണ്ട്. അയാളെ തിരുത്തിച്ചു. നിങ്ങൾ തിരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ കച്ചവടമായിട്ട് മുന്നോട്ട് പോകത്തില്ല എന്ന് പറയാൻ കഴിയുന്ന ആൾക്കാരുണ്ടായി. തൊപ്പിക്കെതിരെയായിട്ടുള്ള വീഡിയോസിന് മില്യൺസ് ഓഫ് ആൾക്കാരുടെ വ്യൂ ഉണ്ടാവുകയും ആളതിനെ പിന്തുണയ്ക്കുകയും ഷെയർ ചെയ്ത് രംഗത്ത് വന്നു. സോ ഞാൻ വളരെ ഹോപ്പ്ഫുള്ളാണ് ഈ സൊസൈറ്റിയെക്കുറിച്ച്. നമ്മളൊക്കെ എത്ര പറയുന്നു, തൊപ്പി തന്നെയും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സുഹൃത്തുക്കളുണ്ടാവും, ആ സുഹൃത്തുക്കൾക്ക് തൃണം. ഇപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനാണ് മാനവരാശിയെ നെഞ്ചേറ്റിയ മനുഷ്യർ. അതിനുവേണ്ടി നിലകൊള്ളുക. തൊപ്പി മാത്രമല്ല, എല്ലാ ആൾക്കാരും. അത് ഇത് രാഷ്ട്രീയമൊന്നും അല്ലെന്ന്, നമുക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? നമുക്ക് എല്ലാവർക്കും തുല്യനീതി എന്ന് പറയുന്ന അടിസ്ഥാന അവകാശം നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ, എന്തിനെന്ന് പോലും അറിയാതെ കൊല്ലപ്പെടുന്നവർ, അവരെക്കുറിച്ച് ഓർക്കുക, മനസ്സിലാക്കുക. ഒരു കഷ്ണം ഒരു വർത്തമാനം പറയുക എന്നൊക്കെ പറഞ്ഞാൽ അത് കക്ഷി രാഷ്ട്രീയമൊന്നുമല്ല, അത് രാഷ്ട്രീയമല്ല, അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതിനെ അവഗണിച്ചിട്ട് ഞങ്ങൾ വേറെ എങ്ങോട്ടോ പോകാൻ വെച്ചാൽ അങ്ങനെ പോകാൻ വരട്ടെ എന്ന് പറയാൻ കഴിവുള്ള ആൾക്കാർ ഈ ലോകത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതാണ് കണ്ടത്.